ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള വിരാട് കോഹ്ലിയുടെ തീരുമാനം BCCIയും സെലക്ടർമാരെയും ഒരുപോലെ ഞെട്ടിച്ചു. രോഹിത് ശർമ്മയുടെ വിരമിക്കൽ തീരുമാനം ഏറെക്കുറെ വ്യക്തമായിരുന്നുവെങ്കിലും കോഹ്ലിയുടെ നീക്കം അപ്രതീക്ഷിതമായിരുന്നുവെന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ടെസ്റ്റ് വിടാനുള്ള തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് കോഹ്ലി 2 ആഴ്ച മുമ്പ് തന്നെ സെലക്ടർമാരെ അറിയിച്ചിരുന്നു. അതായത് രോഹിത് വിരമിക്കൽ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് തന്നെ കോഹ്ലി തീരുമാനമെടുത്തിരുന്നുവെന്ന് ചുരുക്കം. കോഹ്ലി വിരമിക്കൽ ആഗ്രഹം അറിയിച്ചെന്നും ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നുമാണ് ഞങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചതെന്നാണ് BCCI വ്യക്തമാക്കുന്നത്. ഇക്കാര്യം BCCI കോഹ്ലിയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ടെസ്റ്റിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് താൻ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് കോഹ്ലി ഉള്ളതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ താരത്തെ ടീമിൽ നിലനിർത്താൻ BCCI എല്ലാ വഴികളും തേടുന്നുണ്ട്. കോഹ്ലിയുടെ ഞെട്ടിക്കുന്ന തീരുമാനത്തിൽ വെട്ടിലായത് സെലക്ഷൻ കമ്മിറ്റിയാണ്. ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ മികച്ച ഒരു ടീമിനെ കണ്ടെത്തേണ്ടതുണ്ട്. രോഹിത് ശർമ്മ ടെസ്റ്റ് മത്സരങ്ങൾ മതിയാക്കിയതും ഇംഗ്ലണ്ടിലെ പേസും ബൗൺസും ആവോളമുള്ള പിച്ചുകളിലാണ് മത്സരങ്ങൾ നടക്കേണ്ടതെന്നതും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ കോഹ്ലിയെപ്പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം ടീമിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. വരാനിരിക്കുന്ന പരമ്പരകളിൽ കോഹ്ലിയുടെ പരിചയസമയത്ത് നിർണായകമാണെന്ന നിലപാടിൽ തുടരുകയാണ് BCCI. ഇംഗ്ലണ്ട് പര്യടനം ടീം ഇന്ത്യക്ക് നിർണായകമാണ്. കോഹ്ലി ടീമിൽ എത്തിയില്ലെങ്കിൽ മധ്യനിരയിലെ കുറവ് എടുത്തു കാട്ടപ്പെടും. ഈ സാഹചര്യം കോഹ്ലിയെ ബോധ്യപ്പെടുത്താൻ BCCIയും അജിത് തകാക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയും ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. കോഹ്ലിയുടെ കടുത്ത തീരുമാനത്തിന് പിന്നിൽ സമീപകാല പ്രകടനങ്ങളാണെന്നാണ് വിലയിരുത്തൽ. പുതിയ ക്യാപ്റ്റന് കീഴിൽ ടീമിനെ സജ്ജമാക്കാനുള്ള തീരുമാനം സെലക്ടർമാർക്കുണ്ട്. ഈ നിലപാടും കോഹ്ലിയെ ബാധിച്ചുവെന്ന് വേണം കരുതാൻ. അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ശുഭ്മാൻ ഗിൽ ആവും ഇംഗ്ലണ്ടിൽ ടീം ഇന്ത്യയെ നയിക്കുക. ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ്റെ കുപ്പായം അണിയുകയും ചെയ്യും. കോഹ്ലിയുടെ സാന്നിധ്യം ഗ്രൗണ്ടിൽ ഗില്ലിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. അഥവാ പരമ്പരയിൽ കോഹ്ലി കളിച്ചില്ലെങ്കിൽ ആർക്കാകും സാധ്യതയെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വിരമിക്കാനുള്ള തീരുമാനം കോഹ്ലി പുനഃപരിശോധിച്ചില്ലെങ്കിൽ പകരക്കാരനായി ശ്രേയസ് അയ്യരെയോ കരുൺ നായരെ പരിഗണിക്കാൻ കമ്മിറ്റി നിർബന്ധിതരായേക്കും. സർഫറാസ് ഖാന് പകരക്കാരനായി ടീമിലേക്ക് രജിത് പട്ടിദാർ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുമുണ്ട്. ശ്രേയസ് അയ്യർ അല്ലെങ്കിൽ പാതി മലയാളി കൂടിയായ കരുൺ നായരെ ടീമിലെത്തിക്കാനുള്ള ശ്രമം വിജയിച്ചേക്കും. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കുള്ള തിരിച്ചൊരു ലക്ഷ്യമിടുന്ന താരമാണ് കരുൺ നായർ. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഫോം തുടരുന്ന താരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് കരുൺ നായർ എന്നതും ശ്രദ്ധേയം. ദേശീയ ടീമിനായി ഇതുവരെ 6 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച കരുൺ 62.33 ബാറ്റിംഗ് ശരാശരിയിൽ 374 റൺസ് നേടിയിട്ടുണ്ട്. 14 ടെസ്റ്റ് മത്സരങ്ങളിൽ പാടണിഞ്ഞിട്ടുള്ള ശ്രേയസ് അയ്യർ 63.03 സ്ട്രൈക്ക് റേറ്റിൽ 811 റൺസാണ് നേടിയത്. 1 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2024 ഇംഗ്ലണ്ടിനെതിരെ കളിച്ചുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സർഫറാസ് ഖാൻ ഇതുവരെ 6 ടെസ്റ്റുകളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു. ഇതിൽ 37.10 ബാറ്റിംഗ് ശരാശരിയിൽ 371 റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. വിരമിക്കൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന BCCI അഭ്യർത്ഥന കോഹ്ലി തള്ളിക്കളയുകയും പിന്നാലെ കോഹ്ലി ഇല്ലാതെ ടീം ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് വിമാനം കയറുകയും ചെയ്താൽ പുതിയ ക്യാപ്റ്റനെ സംബന്ധിച്ച് കഠിനമായ വെല്ലുവിളിയായിരിക്കും. ഈ വെല്ലുവിളി മറികടക്കാൻ പുതിയ ക്യാപ്റ്റനും സംഘത്തിന് സാധിച്ചാൽ ടീം ഇന്ത്യ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെയുള്ള പോരാട്ടങ്ങൾക്ക് ടീമിനെ സജ്ജമാക്കാൻ പുതിയ നായകന് ഊർജ്ജം പകരുകയും ചെയ്യും.